അച്ഛാ, അച്ഛനമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഇന്ന്? വിളിച്ചോ? അല്ല, അന്നേരം രണ്ടുപേരും കൂടെ വഴക്കിടുക വല്ലതും ചെയ്തായിരുന്നോ? ഇല്ലേ? അല്ല, അമ്മ ഭയങ്കര ദേഷ്യം ഇവിടെ എല്ലാവരോടും. ആ അല്ല, കാര്യം ചോദിച്ചിട്ട് പറയണില്ല. അല്ല, ഞാൻ ശ്രീരാജേട്ടനെ വിളിച്ച് ശ്രീകുട്ടനെ വിളിച്ച് ചോദിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ. അപ്പോൾ അവരോട് പ്രശ്നമൊന്നുമില്ലെന്നാണ് പറയണേ. ആ വട്ടായിരിക്കുമെന്നാ അമ്മ കേൾക്കണ്ട കേട്ടോ. ശരി ശരി ശരി. ആ ഞാൻ ചോദിക്കാം. എന്താ ഒരു മൈൻഡില്ലാണ്ട് പോണ എന്താ? എന്താ നിന്നെ ഇനി സല്യൂട്ട് അടിക്കാം? സല്യൂട്ട് അടിക്കണ എന്തിനാ? നീരെന്തിനാ ഇപ്പൊ കിടന്ന് വിളിക്കുന്നേ? അച്ഛനാ ഇന്നല്ലാതാരാ? ഹലോ, എനിക്ക് ചൂടൊന്നുമില്ല. ആര് പറഞ്ഞു? ഓ, ഉടനെ വിളിച്ചങ്ങ് പറഞ്ഞോ? ആ, ഞാൻ ചൂടാവാതിരിക്കുകയോ ചെയ്യാം. നിങ്ങൾക്ക് പറമ്പിൽ പണിയൊന്നുമില്ലേ? ആ, എന്നാൽ അത് ചെയ്യേ. ശരി. എന്തെങ്കിലും പറഞ്ഞ ഉടനെ എന്നെ വിളിച്ച് ചോദിക്കാനിരിക്കുക. എന്താ ഉടനെ വിളിച്ചങ്ങ് പറഞ്ഞു കൊടുത്തില്ലയോ? പിന്നെ എനിക്ക് അച്ഛനോട് ചോദിക്കണ്ടേ? പിന്നെ എന്നിട്ട് വിവരം വല്ലതും കിട്ടിയോ? ഇല്ലമ്മ, ഒന്നും കിട്ടിയില്ലമ്മ. ഒന്നും പറഞ്ഞില്ല അച്ഛൻ. എന്താ പ്രശ്നം ശരിക്കും? എനിക്ക് 1900 പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം നിന്നോട് പറയാൻ പറ്റുമോ? 1900 പ്രശ്നങ്ങളാ? ഇതെങ്ങനെ കൊണ്ടുനടക്കണം ഇത്രയും പ്രശ്നങ്ങൾ? ഒരു പ്രശ്നം പറഞ്ഞാൽ മതി. ഇപ്പോഴത്തെ പ്രശ്നം ഒന്ന് പറഞ്ഞുതരുമോ? എനിക്ക് പറയാനിപ്പം മനസ്സില്ല. ഞാൻ അവിടെ ഇരിപ്പുണ്ട്. അമ്മ ഓഫീസിൽ പോകാനാണോ? അല്ലേ? ആ, ഞാൻ പോരാ. ഇല്ല, ഞാൻ അപ്പുറത്ത് വരെ പോയിട്ടില്ല. മമ്മി വിളിച്ച്. എന്നാ പോയിട്ടോ. മുമ്പ് തണുത്താ? ആ, തണുത്തു. ഫ്രിഡ്ജിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ പോണ്. വരാറില്ലേ? പോയിക്കോ. മമ്മി വിളിച്ചതല്ലേ? പോയി വിവരം എന്തോന്ന് അറിഞ്ഞിട്ട് വാ. ആ, പോവാ. ആ, പോ. നോ, എന്താ? ഒന്നും കൂടെ ഫ്രിഡ്ജിൽ കയറി ഇരിക്കാൻ പറ്റുമോ? എന്തിനാ? അല്ല, തണുത്തത് പോരാ, കുറച്ചും കൂടെ തണുക്കാണ്ട്. എന്റെ പൊന്നോ, ഞാൻ എപ്പോഴും സ്ട്രോങ് ആണ്. അതെ, നീ കറക്റ്റായിട്ട് സംസാരിക്കും. ചാടി കടിക്കാനല്ല പറഞ്ഞത്. വരുമ്പോ തെളിച്ചൊന്ന് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. മമ്മി വരാൻ പറഞ്ഞേ. അതെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ലേ ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന്? അതിന് ഞാനവിടെ എന്താ പ്രശ്നം ഉണ്ടാക്കി? നീയും ഭവാനി അമ്മ പ്രശ്നം ഇല്ലാണ്ടാണ് ആ ഭവാനി അമ്മ ഇവിടെ വന്ന് പരാതി പറഞ്ഞത്. ഉമ്മ ഒന്ന് പരാതി പറഞ്ഞാ? ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. എന്തോന്ന്? എന്റെ ദിയ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. എടി, ആ ഭവാനി അമ്മ അവിടെ വന്ന് കുട്ടികളെ കാണുകയോ മിണ്ടുകയോ 2 ദിവസം നിൽക്കുകയോ എന്തോ ചെയ്തോളൂ. നിനക്കെന്താ അവരോട് വൈരാഗ്യം? വല്ല പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ? അമ്മുമ്മ വന്ന് നിൽക്കോ, പിള്ളേരെ കാണോ, മക്കളെ കാണോ, അപ്പൂപ്പനെ കൊണ്ട് വരുമോ, എന്തുവേലും ചെയ്യണം. ഞാൻ എന്താ വേണോ? എനിക്കെന്ത് ആണല്ലോ, പിന്നെ നിനക്ക് എന്ത്? എനിക്കൊന്നുമില്ല. റാം, അവള് നുണ പറയണതേ. ഇവളെ പോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു പെണ്ണ് വേറെ ഉണ്ടാവില്ല. നീ ആ ഭവാനി അമ്മയെ പറഞ്ഞു വിടാൻ വേണ്ടി വല്ല പ്ലാൻ ചെയ്ത? കൊള്ളം പറഞ്ഞു നോക്കിയോളൂ. എടി, ആ ഭവാനി അമ്മ പാവം ആയതുകൊണ്ടാ ഇവിടെ വന്ന് ഞങ്ങളോട് വിഷമം പറഞ്ഞു. ആ നീലുവിനോടും പോലും പറയാണ്ട്. അതും നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവര് പറഞ്ഞത്. സങ്കടം തോന്നിപ്പോയി. അമ്മൂമ്മക്ക് വട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് വട്ട, അവർക്ക് വട്ട, എല്ലാവർക്കും വട്ട. നിനക്കിടയും വെച്ചിട്ട് നീ ഇന്നലെ കുട്ടിയോട് പറഞ്ഞില്ലേ എനിക്ക് വട്ടാന്ന്? പറഞ്ഞില്ലേടി? ഇതുവരെ ഞാൻ ആ പിള്ളേരോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മമ്മി ഈ സംഭവം ഞാൻ അവരോടെല്ലാം പറയും മമ്മിക്ക് വട്ടാന്ന്. മമ്മി അങ്ങോട്ട് ഷോക്ക് അടുപ്പിക്കുക. നിർത്ത്. നീ പറഞ്ഞ സത്യമാണോ? എന്താ മമ്മി അങ്ങോട്ട് ഷോക്ക് അടുപ്പിക്കണമെന്നാ? ഷോക്ക് അടുപ്പിക്കണം. മാറിപ്പോയതാണ്. നിന്റെ അടുത്ത് ചോദിക്കണേ ആൻസർ പറ. നീയോ ആ ഭവാനി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ പപ്പ ഒരു പ്രശ്നവും. ശരി, ആ ഭവാനി അമ്മയെ പറഞ്ഞു വിടാൻ നീ പ്ലാൻ ചെയ്തോ? ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വട്ടാണ്. ഇവള് സ്വന്തം അനാഥ എന്ന് പറഞ്ഞ കള്ളിയാണ് ഇവള്. അവളെ വാക്കുകൾ നിങ്ങൾ ഇരുന്നോ? മമ്മി, ഞാനിപ്പോ കള്ളത്തരം പറയത്തില്ല കേട്ടോ. നിങ്ങളോടൊക്കെ ഞാൻ സത്യം ചെയ്താലേ കള്ളം പറയില്ലോ. ഞാൻ സത്യം മാത്രമേ ഇപ്പൊ പറയത്തുള്ളൂ. പപ്പ പറഞ്ഞു കൊടുക്ക്. എന്ത് പറയാ? അവളെ വാർത്ത കള്ളേ പറയുള്ളൂ. നിർത്ത്. ഇതെന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. റാം, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗും അല്ല. എവള് വല്ല ഒപ്പിച്ചിട്ടുണ്ടാവും. ഈ മമ്മിക്ക് എന്നെക്കാളും വിശ്വാസം അവിടുത്തെ ഭവാനി അമ്മൂമ്മയാ. ആടി, നീ കള്ളിയാ. നീ വാർത്ത കള്ളം മാത്രമേ പറഞ്ഞു. എനിക്ക് നിന്നെക്കാളും വിശ്വാസം ഭവാനി അമ്മ അവളുടെ എല്ലാവരുമാണ്. എന്നെ കള്ളിനെ വിളിച്ചോണ്ടല്ലോ മമ്മി. വിളിക്കോടി, നീ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും കൂടി ചണ്ട കൂടും. എന്നിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം അവിടെ പോയി സംസാരിക്കണോ വേണ്ടത്. അവള് പറഞ്ഞിട്ടില്ലേ? പപ്പ, മമ്മി പറഞ്ഞിട്ടില്ലേ? അവള് പറഞ്ഞിട്ടില്ലേ? Stop it! Stop it! ഇനി ഒരൊറ്റ അക്ഷരം ഞാൻ ചോദിക്കാതെ മുണ്ടിപ്പോരുത്. ആൻസർ ഓൺലി മൈ ക്വസ്റ്റ്യൻസ്. Is it clear? Is it clear? Yes, papa. Clear?
നീയും ആ ഭവാനി അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്റെ പപ്പ എനിക്ക് അമ്മൂമ്മയായിട്ട് ഒരു പ്രശ്നവുമില്ല. അമ്മൂമ്മ അവിടെ ഓൾറെഡി കലിപ്പിലായിരുന്നു. ഞാൻ അടുക്കള ചെയ്തപ്പോൾ നീലു അമ്മയോടും പിള്ളേരോടും ഒക്കെ കലിപ്പിലായിരുന്നു. ആഹാ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒന്നെങ്കിൽ നീ പറഞ്ഞത് ഭവാനി അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നീ പറഞ്ഞത് ഭവാനി അമ്മ റോങ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തു. എന്റെ പപ്പ അതിന് ഞാൻ ഇന്നത്തെ ദിവസം വാ തുറന്നൊന്നും മിണ്ടിയിട്ടില്ല. അത് ശരി. അപ്പോൾ ഇത് ഞാൻ തന്നെ ഒന്ന് ഇടപെട്ടിട്ട് പോയി ഒന്ന് കൺഫ്യൂഷൻ മാറ്റണം. ഹലോ, ആര്? നിങ്ങൾ പോയിട്ട് കൺഫ്യൂഷൻ മാറ്റാനാ? പിന്നെ അല്ലാതെ ഞാൻ തന്നെ പോയി ചെയ്യണം. നിങ്ങൾ കൺഫ്യൂഷൻ മാറ്റി വരുമ്പോൾ നിങ്ങളുടെ മോളുടെ താമസം ഇങ്ങോട്ട് സ്ഥിരമായിട്ട് മാറ്റേണ്ടി വരും. അപ്പൊ അത് മമ്മി പറഞ്ഞതിനും കാര്യം. ആണുമോളെ പറഞ്ഞു കൊടുക്ക്. അത് ശരി. ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം നോക്കി നടത്തുന്ന എനിക്ക് ഒരു സാധാരണ കൺഫ്യൂഷൻ മാറ്റാൻ പറ്റില്ല എന്നല്ലേ? ഹലോ, നിങ്ങളുടെ ഈ സാമ്രാജ്യങ്ങളിൽ ഒറ്റക്ക് ഉണ്ടായൊന്നും അല്ല, എന്റെയും കൂടെ കൈവാ. ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാ നല്ല രീതിക്ക് പോകുന്നത്. ശരിയാണ്, ഞാൻ ഒരു കഴിവില്ലാത്തവനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. നിങ്ങൾ എന്നെ പോയി സോൾവ് ചെയ്യും. അതെ, ഞാൻ അമ്മൂമ്മയായിട്ടില്ല പ്രശ്നം, ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം, ആരും വരണ്ട. അയ്യോ, എന്റെ പൊന്നുമോളെ, നീ പോകണ്ട. നീ പോയ ഇതിലും വലിയ പ്രശ്നമാവും. അതിന് നല്ല റാം തന്നെ പോകുന്നയാ. മമ്മി എന്താ പറയുന്നേ? എനിക്ക് പപ്പയ്ക്ക് ഒരു കഴിവില്ലെന്നാ. എന്നിട്ട് കാണിച്ച് മമ്മി തന്നെ പോയി സോൾവ് ചെയ്യും. വലിയ കഴിവുള്ള ആളല്ലേ? ആടി, എനിക്ക് കഴിവുണ്ട്. എന്റെ കഴിവ് കാണിച്ചു തരാം. രണ്ടാളും ഇവിടെ നനങ്ങണ്ട, ഞാൻ തന്നെ പോയത് കാര്യം സോൾവ് ചെയ്തോളാം. ആ ബെസ്റ്റ്. ഞാൻ പോയാൽ ദിയ ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നേ ഉള്ളൂ. നീ പറഞ്ഞാലേ നമ്മൾ 3 പേര് നാടെ വിട്ട് പോകേണ്ടി വരും. എന്ത് പണിയും ചെയ്തോ റാം, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനത്തെ വർത്തമാനം സംസാരിക്കരുത്. ശരിയല്ല. നീ പോയി മൊത്തം നിർത്തോ. പിന്നെ ആദ്യം എന്റെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് തുടങ്ങ്. വന്നേ, നമുക്ക് പോയി സോൾവ് ചെയ്തിട്ട് വരാം അല്ലേ? ഓ, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് കാണാം. ആ കാണാം, അത് തന്നെ. 24 മണിക്കൂറും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കൊന്നും പഠിക്കാനൊന്നുമില്ലേ? അതൊക്കെ പഠിച്ചു കഴിഞ്ഞ അമ്മൂമ്മ. ഒരുപാട് പഠിച്ചതിന്റെ കുഴപ്പമായത്. അമ്മൂമ്മേ, അമ്മൂമ്മ പോ, നമുക്ക് പിന്നെ വഴക്കൂടാം. എന്തോന്നാ? അമ്മൂമ്മേ, സിനിമയുടെ ക്ലൈമാക്സ് ആവാറായി. ഇതാ പഞ്ചിരുന്നിരുന്ന് കണ്ടോട്ടെ. അമ്മൂമ്മ ചെല്ലി, നമുക്ക് പിന്നെ വഴക്കൂടാന്ന്. എന്തോന്നാടി, ഞാൻ നിന്നോട് വഴക്കിടാണ്ടിരിക്കുവാന്നാ നീ വിചാരിച്ചേക്കുന്നേ? അമ്മൂമ്മ, ഞങ്ങൾ ഉദ്ദേശിച്ച അങ്ങനല്ലെന്ന്. നീ ഉദ്ദേശിച്ചൊക്കെ എനിക്ക് മനസ്സിലായി. ഇത് രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്ന കാര്യം. നീലുവേ, നീലു. എന്ത്? എന്താ? എടി, ഞാനൊരു അധികപ്പറ്റാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതാണ് അമ്മയുടെ പ്രശ്നം ഇപ്പോൾ. നീ ചോദിച്ചതിന് മറുപടി പറ. തോന്നുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് അധികപ്പറ്റല്ല. ആ, എന്നാ നിന്റെ മക്കൾക്ക് അധികപ്പറ്റായിട്ട് തോന്നുന്നുണ്ട്. അവരങ്ങനെ പറഞ്ഞോ? ആ, അങ്ങനെ പറഞ്ഞു. പറഞ്ഞോടെ? പറഞ്ഞില്ലമ്മ. എടി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ ഇവർ രണ്ടുപേരുടെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ലയോന്ന്. അമ്മൂമ്മ വഴക്കുണ്ടാക്കാതെ അമ്മൂമ്മയുടെ പാട്ടിന് പോവാന്. പറഞ്ഞോ അങ്ങനെ? ഞങ്ങൾ അങ്ങനൊന്നും പറഞ്ഞില്ലമ്മ. പറഞ്ഞില്ലേ അങ്ങനെ? അപ്പൊ എന്തോടി, ഞാൻ കള്ളം പറയുവാന്നോ? അല്ല, അങ്ങനെയല്ല. ആ, ഞാൻ വന്ന് നിന്നോട് ചോദിച്ചോ? അപ്പൊ നീ എടുത്ത വായിക്ക് എന്തോ പറഞ്ഞ് അമ്മൂമ്മയുടെ കാര്യം നോക്കി പോകാന്. അമ്മ പറഞ്ഞായിരുന്നു അങ്ങനെ? അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെ, പക്ഷെ ടോൺ ഇതല്ലായിരുന്നു. കേട്ടോ കേട്ടോ, പറഞ്ഞത് കേട്ടോ? എന്തെങ്കിലും ബഹുമാനം ഉണ്ടോ നോക്കിയവർക്ക്? ഏത് കേശോ, എന്തെങ്കിലും പറഞ്ഞ എനിക്ക് ചാടി ഓട്ടം ഇച്ചിരി കൂടുതലാണ്. ഇങ്ങോട്ട് വാടാ. അമ്മ ഇങ്ങനല്ലെന്ന് ടോൺ വ്യത്യാസം ഉണ്ടെന്ന് ഈ അമ്മൂമ്മയാണ് എല്ലാത്തിനും കാരണം. എന്തിനാ അമ്മൂമ്മ ഇങ്ങനെ കാണിക്കണത്? എടാ, ഇവിടെ വന്ന് നിൽക്കടാ. ഇല്ല, ഇവിടെ വന്ന് നിൽക്കടാ. അടിക്കരുത്. കേശു, ഇവിടെ വന്ന് നിൽക്കടാ. ഇവിടെ നിൽക്കടാ. ഇവിടെ നിൽക്കടാ. അടിക്കരുത്. എന്റെ കൈ നോട്. ഏത് ടോൺ ആണെങ്കിലും അങ്ങനെ പറയാമോ? എന്റെ കൈ വേദനക്കണ്ട്, കൈ വേദനക്കണ്ട്. ഏത് ടോണാണെങ്കിലും അങ്ങനെ പറയാമോ? പറയാമോ? നീ എന്താ ചൂടായത്? ഞാൻ പോലും എന്റെ അമ്മയെടുത്ത് ഇങ്ങനെ ചൂടായിട്ടില്ല. എണീക്കടാ, എണീക്കടാ. ചോള പോലെയല്ല. മേല അമ്മമ്മ എടുത്ത് ഇങ്ങനെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടാ. പഠിക്കണം. അവനാണ് എല്ലാത്തിനും കാരണം. കേശു, നീ എന്താ എല്ലാരേക്കാളും വളർന്നാ? എന്റെ അച്ഛനും അമ്മയാന്നാ ഇപ്പൊ അവരുടെ തോന്നല്. അമ്മൂമ്മക്ക് എന്തോ അമ്മൂമ്മ പ്രശ്നം കൊണ്ടാണ്ടിരിക്കാം. അമ്മൂമ്മ അവിടെ പോയിരിക്കണ. ഇവിടെ എഴുതേക്കരുത്. ബുക്കെടുത്ത് നോക്കൊടുക്ക്. പഠിക്കട്ടെ ഇരുന്ന് രണ്ടെണ്ണോ. മൊബൈലിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ പോലെ അടിച്ചു പഠിക്കും ഞാൻ. പോയിരുന്നു പഠിക്ക് ചെല്ലി. അപ്പുറം വരുന്ന് പഠിക്ക് ചെല്ലി. ഇവിടെ ഇരിക്കണ്ട, പോ ചെല്ലി. എണീക്കടാ, എണീക്കടാ, എണീക്ക്, 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 എണീക്ക്. പോയിരുന്ന് പഠിക്കണോടാ. ഞാൻ പോയമ്മ. പോയിരുന്ന് പഠിക്കടാ. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. പടം കണ്ടോണ്ടിരിക്കുന്നതിനിടയ്ക്ക് മറ്റേ പോയിക്കോ, പോയിക്കോ, പോടാ. ഇപ്പൊ നിനക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ. പിള്ളേരല്ലേ മാ, ക്ഷമി.
ആ പിള്ളേരല്ലേ പിണ്ണാക്കല്ലെന്നും പറഞ്ഞോണ്ടിരുന്നോ അവസാനം തോളെ കയറുന്ന ചെവി എന്നുമ്പോ പഠിച്ചോളും